ഹായ് അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ എഗ് റൈസ് ഇല്ലേ, അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്നും ചൂടാകുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതും ക്യാബേജ് ചെറുതായിട്ട് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതൊരു 2-3 സ്പൂണും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ക്യാരറ്റും സവാളയും ക്യാബേജും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും മറക്കല്ലേ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടി 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഹോം മെയ്ഡായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു നല്ലൊരു ഗരം മസാലയുടെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ടാക്കണേ. മസാലയുടെയൊക്കെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. മുട്ട ഒന്ന് പ്രത്യേകം ചിക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചിക്കി അതിനൊക്കെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ്. റൈസ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ സ്ഥലത്തും അരപ്പ് പറ്റത്തക്ക രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് നല്ല കളറായിട്ട് കിട്ടിയിട്ടില്ല, നല്ല ഭംഗിയിലേക്കാണ്. അത് കണക്ക് തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഉറപ്പായിട്ട് ലഞ്ച് ബോക്സിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തു വിടണേ. ആ റൈസിലൊന്ന് ആവി കയറുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു എഗ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഒത്തിരി കറിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്കൊരു സാലഡോ അച്ചാറോ പപ്പടോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടുകയും ചെയ്യാം. ഉറപ്പായിട്ടും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും കമൻ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.